നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 24, 25 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷവിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ 12 രാശിക്കാരിൽ ഒരു രാശിക്ക് ഒരു ഒന്നൊന്നര സംഭവം ഉണ്ട്. അതായത് 7 മാസം, 1-2 ദിവസമല്ല, 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് അടിപൊളി കാലം വരാൻ പോയാണ്. അത് ഏതാണെന്നുള്ളത് ഈ 12 രാശിക്കാരും കേട്ടതിന് ശേഷമേ അത് ഞാൻ ഇത് പറയുന്നുള്ളൂ. അതായത് ആ രാശിക്കാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ അത് പറയാം. അതൊരു ഒന്നൊന്നര സംഭവമാണ്. ഞാൻ ഇന്നലെ ഏകദേശം ഇങ്ങനെ ഇനിയുള്ള കാലത്തിൽ ഉള്ള രാശി മാറ്റങ്ങളൊക്കെ എനിക്ക് നോക്കേണ്ടി വന്നു. ഒരാൾ ജ്യോതിഷമായിട്ടുള്ള ഇത് സംശയം ചോദിച്ചപ്പോൾ ഡീറ്റെയിൽഡായിട്ടത് നോക്കിയപ്പോൾ ഒന്നും രണ്ടും ദിവസമല്ല, 1-2 ആഴ്ചയല്ല, 1-2 മാസമല്ല, ഏകദേശം 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് അടിപൊളി സമയം വരാൻ പോയാണ്. അത് വളരെ അപൂർവമായിട്ടുള്ളൊരു അപ്പോൾ അത് ഏത് രാശിയാണെന്ന് ഞാൻ ആദ്യം പറയുന്നില്ല. 12 രാശിക്കാരുടെ ഇത് കാര്യം പറയുന്നതിനിടയ്ക്ക് ആ രാശിയുടെ കാര്യം വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ബോംബുകൾ പ്രതീക്ഷിച്ചോളം ഏത് സെക്കൻഡിൽ എന്ത് സംഭവിക്കാം, ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഈ ഇത് ബോംബുകളൊക്കെ ഇടുമ്പോൾ നമുക്കത് കാണാൻ. അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ പേരും സ്ഥലവും പറ്റുമെങ്കിൽ നക്ഷത്രവും ഒക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അത് എല്ലാ വീഡിയോസിനും കമൻറ്റ് വരണം, എങ്കിലേ ഞങ്ങളത് ശ്രദ്ധിച്ച് പേരും നക്ഷത്രമൊക്കെ എഴുതിയെടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബക്ഷേത്രത്തിലും മറ്റ് ഗുരുവായൂർ ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെയും കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബോംബുകൾ ഏത് നിമിഷവും എപ്പോഴും ഏത് രാശിക്കും പ്രതീക്ഷിക്കാം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. വാട്സാപ്പിൻ്റെ നമ്പർ 9847291363. ഇനിയിപ്പോൾ താമസിയാതെ ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ വാട്സാപ്പ് നമ്പർ മാറുന്നുണ്ട്. ഓക്കെ. എന്തായാലും അതുവരെ ഈ 9847291363 ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. ഓക്കെ. അപ്പോൾ ഈ ജൂൺ 24-25 തീയതികളിൽ അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂൺ 24 വെളുപ്പിന് 12:52 AM മുതൽ, വെളുപ്പിന് അർദ്ധരാത്രി കഴിഞ്ഞ് അപ്പോൾ മുതൽ ജൂൺ 24 വെളുപ്പിന് 12:52 AM മുതൽ ജൂൺ 26 ഉച്ചയ്ക്ക് 12:33 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അത് കാണാൻ ശ്രമിക്കാം. ഒന്നാമത്, ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം ഈ ദിവസങ്ങളിൽ. 7 ശനിയാണ്.
അപ്പോൾ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ ഇവിടെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂര്യൻ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് മിഥുനം മാസം മുഴുവൻ. ഓക്കെ, അപ്പോൾ തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരം ഉണ്ടാവും. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ചുരുക്കത്തിൽ മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, ദയവായത് അത് കാണാൻ ശ്രമിക്കാം. പിന്നെ ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് പറയുന്നത്. ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് ജന്മത്ത് നിൽക്കുകയാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. പിന്നെ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. വാഹനങ്ങൾ മാത്രമല്ല, യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ വീഴ്ചകൾ കരുതലെടുക്കുക. അതുപോലെ തീ, അഗ്നി അത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. ഇവർക്ക് ശനിയാണ് അനുകൂലമായിട്ട് ഏറ്റവും അത്യധിക അനുകൂലമായിട്ട് നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചന്ദ്രനും ശുക്രനും ഒക്കെ അനുകൂലമാണ്. പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു, പ്രതികൂലമായിട്ട് ചൊവ്വ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. പൊതുവെ ഒരു ശാരീരിക മാനസിക സുഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അത് കുറേയൊക്കെ ഈ അനുകൂലാവസ്ഥയുള്ള ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. എങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ മുരുകന് വഴിപാട് നടത്തുക. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഈ ദിവസങ്ങളിൽ. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ഗുണാധിക്യമാണ്. എങ്കിലും സൂര്യൻ, ചൊവ്വ, ശനി ഇവ പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. പിന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. എങ്കിലും ഇവർക്ക് ഗുണാധിക്യം തന്നെയാണ്. 2-ാം ഭാവത്തിൽ ധനഭാവത്തിൽ ശുക്രനും ബുധനും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, ബന്ധങ്ങൾ ഊഷ്മളമാവും. പിന്നെ ഇവർക്ക് ഭാഗ്യപരീക്ഷകളിലും സാധ്യതയുണ്ട്. മിഥുന രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചൊവ്വയും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ടുള്ളത് സൂര്യൻ, സർപ്പം, വ്യാഴം. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമ്മൾ ഫലം പറയുന്നു. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാകും. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ കൊണ്ട് നേട്ടമാണ്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റും. പൊതുവെ ഇവർക്ക്
ധനവരവൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യപാദം. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനി, വ്യാഴം, സർപ്പം, ശിഖി, ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. 4 ഗ്രഹങ്ങൾ പക്ഷേ അനുകൂലമായിട്ടുണ്ട് താനും. അതിൽ തന്നെ ചൊവ്വയും സൂര്യനും ഉൾപ്പെടുന്നു. ചൊവ്വ കർമ്മഭാവത്തിൽ. ഓക്കെ, അപ്പോൾ തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും നിങ്ങളുടേത്. പക്ഷേ അതുകൊണ്ട് നേട്ടമുണ്ടാവും. എങ്കിലും നമുക്കിവിടെ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു തടസ്സം, ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത കുറവൊക്കെ ഉണ്ടാവാം. നിങ്ങൾ ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച അഷ്ടമശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. ചൊവ്വ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. കാര്യം സൂര്യൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ മിഥുനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയാൻ സാധ്യത. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സവും ഒക്കെ കാണും. എന്നാൽ തന്നെയും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഇതെല്ലാം മറികടക്കാം. ഓക്കെ, ഞങ്ങൾ പറയുന്നത് ഇതാണ്. നല്ല രീതി ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര വലിയ ദുര്യോഗമുള്ള സമയമാണെങ്കിൽ പോലും ലോട്ടറി പോലും അടിക്കാം. അതിനൊക്കെ വൻ പണി ചെയ്യണമെന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അതൊക്കെ ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. പിതൃഗുണം, സന്താന നേട്ടം, പിതൃ സ്വത്ത് ലഭിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു തടസ്സവും കാര്യങ്ങളുമൊക്കെയാണ് കാണുന്നത്. അതുപോലെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. പൊതുവെ ഒരു പൂർണ്ണത കുറവ് പൊതുവെ കാണും. എങ്കിലും പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും, ധനവരവൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു കാലതാമസം, ഒരു തടസ്സം പൊതുവെ കാണും. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നിസ്സാരമായിട്ട് മറികടക്കാം. ആ വാക്ക് ശ്രദ്ധിക്കുക, നിസ്സാരമായിട്ട്. ഈശ്വരൻ്റെ കൈ പിടിച്ചാൽ പിന്നെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വിജയപഥത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമൊക്കെ ഞങ്ങളുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. പിന്നെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ബുധൻ, ശുക്രൻ, വ്യാഴം. അപ്പോൾ തീർച്ചയായിട്ടും ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. പ്രത്യേകിച്ച് ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പിന്നെ സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ഇതാണ് ആ രാശി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 7 മാസം ഇടിവെട്ട് സൗഭാഗ്യം. അത് 7 മാസം
അതിനകത്ത് തന്നെ ചില ദിവസങ്ങൾ സൗഭാഗ്യങ്ങൾ കുറയും. എന്നാൽ തന്നെ പൊതുവിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നസെൻ്റ് പറയുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ, അതായത് അതിൻ്റെ ഡേറ്റ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, വിശദമായിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അത് പക്ഷേ ചെറിയ വീഡിയോ ഒന്നും ആയിരിക്കും, ഇച്ചിരി ഇമ്മിണി ഒരു ഒന്നൊന്നര സംഭവമാണത്. അതായത് 2027 സെപ്റ്റംബർ 18 തൊട്ടാണ്. ഓക്കെ, ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ്. 2026 സെപ്റ്റംബർ 18 തൊട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജൂണല്ലേ ആയുള്ളൂ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ഏകദേശം ഒരു 3 മാസവും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മാസം, 1-2 ദിവസമല്ല, 1-2 ആഴ്ചയല്ല, 1-2 മാസമല്ല, 7 മാസം അത്യധികം ഗുണാധിക്യമുള്ള കാലഘട്ടം വരാൻ പോവുകയാണ് തുലാം രാശിക്ക്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, അത് പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി, അതായത് ഞങ്ങൾ ഈ ബോംബുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രാശിക്ക് എപ്പോൾ എവിടൊക്കെയാണ് നമുക്ക് നല്ല സമ്പൽ സമൃദ്ധി വരുന്ന ദിവസങ്ങളെന്ന് അതൊക്കെ അറിയാൻ വേണ്ടി ചെയ്യേണ്ടതാണ് ഇതാണ്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോയുടെയും ഇത് വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ വീഡിയോ താമസിയാതെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യും. അത് കാര്യം ഒരു ഒന്നൊന്നര സംഭവമാണ്. ഒരുപക്ഷെ എൻ്റെ ഈ യൂട്യൂബ് കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. കാര്യം ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം നോക്കിയപ്പോൾ ഒരാളുടെ ജാതകമായിട്ട് ബന്ധപ്പെട്ട് അയാൾ വലിയ തുകയൊക്കെ അങ്ങോട്ട് അയച്ചു തന്ന് നമ്മുടെ മണിക്കൂറുകൾ മുഴുക്കെ അങ്ങോട്ട് വിലയ്ക്ക് വാങ്ങി. ഏതാണ്ടൊരു 4-5 മണിക്കൂർ എനിക്ക് അതിനകത്ത് ചിലവാക്കേണ്ടി വന്നു. ഇപ്പോഴും അതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ വോയിസ് മെസ്സേജൊക്കെ ഇടാൻ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ സംഭവം അപ്പോഴാണ് ഞാൻ ഈ 7 മാസത്തെ ഇടിവട്ട് സൗഭാഗ്യം തുലാം രാശിക്ക് വരാൻ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സെപ്റ്റംബർ, അതായത് 2026 സെപ്റ്റംബർ 18 തൊട്ട് 2027 ഏപ്രിൽ 25 വരെ ഒരു വലിയ കാലഘട്ടം, 7 മാസം. അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും. അതിന് ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞോളൂ. അത് അങ്ങോട്ട് ഒക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഒരു 4-5 ദിവസത്തിനുള്ളിൽ അത് സംഭവം ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ 2 ദിവസം നമുക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ് തുലാം രാശി. ഒന്നാമതായിട്ട് ചൊവ്വ മാത്രമാണ് ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അത് അഷ്ടമത്തിലാണ്, ഇമ്മിണി പ്രശ്നമുള്ള സമയമാണ്. എങ്കിലും ഭാഗ്യത്തിന് മറ്റ് ഗ്രഹങ്ങളൊന്നും ഡയറക്റ്റായിട്ട് പ്രതികൂലമല്ല ഇപ്പോൾ തൽക്കാലം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് നമ്മൾ പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. അതുപോലെ തന്നെ ഓം വജത്ഭുവേ നമ എന്ന മൂലമന്ത്രമെങ്കിലും നമ്മൾ ചൊല്ലിയിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെ മന്ത്രങ്ങൾ, കോടിക്കണക്കിന് മന്ത്രങ്ങളാണുള്ളത്. അതെല്ലാം കൂടെ ഒരു ജന്മം മുഴുവൻ ഇരുന്നാലും നമുക്ക് ചൊല്ലി തീർക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത് ഞങ്ങൾ സെലക്ട് ചെയ്ത് കുറേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, ഇവിടെ നമുക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ലോട്ടറി എടുക്കുമ്പോൾ ഒരു ലോട്ടറി എടുക്കാവുള്ളൂ. ഞാൻ ഒരിക്കലും പറയത്തില്ല 10,000 രൂപയ്ക്ക് ലോട്ടറി എടുക്കാമെന്ന്. ഒരു ലോട്ടറി എടുക്കുക. അതിപ്പോൾ ഇന്ന് 5,000 രൂപ അടിച്ചാൽ നാളെ പോയി 5,000 രൂപയ്ക്കെങ്കിലും ലോട്ടറി എടുക്കരുത്. പകരം 50 രൂപയ്ക്ക് ലോട്ടറി എടുക്കുക. ഒരു ലോട്ടറി എടുത്താൽ മതി. അടിക്കാണെങ്കിൽ അത് അടിച്ചിരിക്കും. അതുപോലെ ഇടയ്ക്ക് 5,000 2,000 ഒക്കെ കിട്ടിയാൽ അത് സേവ് ചെയ്യുക. അതും ഈ ലോട്ടറിയിലങ്ങ് മുടക്കരുത്. എനിവേ, ഭാഗ്യമുള്ള സമയമാണ്. ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ സംഭവം ഇവിടെ നമുക്ക്
പിന്നെ സർപ്പവും അനുകൂലമാണ്. അപ്പോൾ 3 പാപഗ്രഹങ്ങളങ്ങ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ ഈ പറഞ്ഞ തുലാം രാശിക്കാർക്ക് ഒരു വിജയസാധ്യത ഏതൊരു കാര്യത്തിനും ഉണ്ടാവും. ചെറിയ തടസ്സങ്ങളൊക്കെ എല്ലാത്തിനും ഉണ്ടാവും. എന്നാൽ തന്നെയും വിജയസാധ്യത നിലനിൽക്കുന്നു. അതായത് സർവകാര്യ വിജയം. അതാണ് ശനിയുടെ ഈ അനുകൂല ഭാവം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. കൂടാതെ ഈ ബൗദ്ധിക മേഖലയിൽ നേട്ടം ഉണ്ടാവും. സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. ഓക്കെ. ബുധൻ ഇവിടെ കർമ്മഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് അനുകൂലമാണ്. അതുകൂടാതെ ഇനിയിപ്പോൾ കുറച്ച് 3-4 ആഴ്ച കഴിയുമ്പോൾ ബുധൻ ചിങ്ങം രാശിയിൽ 11-ാം ഭാവത്തിൽ അവസ്ഥാനത്ത് വരും. അപ്പോൾ ഒരു ഏകദേശം ഒരു 7-8 ആഴ്ചകളിലേക്ക് ബൗദ്ധിക മേഖലയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. പ്രത്യേകിച്ച് ഈ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമാണ്. അപ്പോൾ പൊതുവെ ഈ ദിവസങ്ങളിൽ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം ചൊവ്വ മാത്രം പ്രതികൂലം. അത് മാത്രമല്ല 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ്. ജൂൺ 24, 25, സെപ്റ്റംബർ 18 നമുക്ക് കാത്തിരിക്കാം. സെപ്റ്റംബർ 18 തൊട്ട് 2027 മാർച്ച് ഏപ്രിൽ 25 വരെ ഏകദേശം 7 മാസം. അതൊരൊന്നൊന്നര സംഭവമായിരിക്കും. അതിന് ആ വീഡിയോ കാത്തിരിക്കുക. ഓക്കെ. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം, കാലതാമസം, പൂർണ്ണതക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ ഇവിടെ സൂര്യനും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. നമ്മൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. കാര്യം സൂര്യൻ പ്രതികൂലം, ചൊവ്വയും പ്രതികൂലം. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, നിയമപ്രശ്നം ഉണ്ടാവാൻ സാധ്യത, നിയമപരമായിട്ടുള്ള എന്തോ സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഭൂമി സംബന്ധമായ, അതായത് പിതൃസ്വത്തോ മാതൃസ്വത്തോ ആയിട്ടുള്ള പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ശിവക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും വ്യാഴവും ഉണ്ട്. അതാണ് ഇവരുടെ ഒരു ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറയുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ട് നമ്മൾ ഫലം പറയുന്നു. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ശുക്രനും വ്യാഴവും 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഭാഗ്യമുണ്ട്, ദൈവാധീനമുണ്ട്, ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഇവർക്ക് ശനിയും വ്യാഴവും സൂര്യനും പ്രതികൂലമാണെങ്കിലും ഇവിടെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ ഹൈലൈറ്റാണ്, 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഒക്കെ ഉണ്ടാവുമെങ്കിലും ശനി, വ്യാഴം, സൂര്യൻ ഇവ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച കണ്ടകശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ധനുരാശിക്ക്
അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് കാര്യമായ പ്രതികൂല ഗ്രഹങ്ങളൊന്നുമില്ല. ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമാണ്. സൂര്യനും ചന്ദ്രനും ഡയറക്റ്റായിട്ട് ഇവിടെ അനുകൂലമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഏകദേശം 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ട്. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശനി, വ്യാഴം, സൂര്യൻ ഇവ അനുകൂലമാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം. 6ാം ഭാവത്തിൽ സൂര്യൻ, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പിന്നെ 7ാം ഭാവത്തിൽ നമുക്ക് വ്യാഴമുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ പ്രേമബന്ധങ്ങൾ ഊഷ്മളമാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഓക്കെ, ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയും വ്യാഴവും ചൊവ്വയും സർപ്പവും ശിഖിയും എല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക, വ്രതമെടുത്ത്. പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല ഇവർക്ക്. തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരഭക്തിയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടന്ന് നമുക്ക് സർവ്വവിധ സൗഭാഗ്യം നേടാവുന്നതാണ്. ഓക്കെ, കുംഭം രാശിക്കാർക്ക് അത് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മീനം രാശി. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വ അനുകൂലമാണ്. ഇവിടെ ശുക്രൻ, വ്യാഴം ഇവയും അനുകൂലമാണ്. ഇവർക്ക് ചന്ദ്രൻ, ശനി, സർപ്പം ഇവ പ്രതികൂലമാണ്. അപ്പോൾ ഒരു പൂർണ്ണത കുറവ് പൊതുവെ എല്ലാത്തിനും ഉണ്ടാവാം. എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും ശനിയാഴ്ച നമ്മൾ ജന്മശനിയാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പൻ, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങൾ കാണുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം. പിന്നെ ശുക്രനും വ്യാഴവും 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിനാൽ പ്രണയബന്ധങ്ങൾ സഫലമാവും. ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തിപ്പെടും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 24-ാം തീയതി ബുധനാഴ്ച പച്ച, 25-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം 24-25 തീയതികളിൽ രാവിലെ 4:34 AM മുതൽ 5:22 AM വരെയാണ്. 24-25 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 24-ാം തീയതി ഇല്ല. 25-ാം തീയതി രാവിലെ 11:59 AM മുതൽ
ഉച്ചയ്ക്ക് 12:49 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 25-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്രദർശനത്തിന് പ്രാധാന്യം നൽകുക. രാഹുകാലം നോക്കാം. ഇനി 24-ാം തീയതി ഉച്ചയ്ക്ക് 12:24 PM മുതൽ ഉച്ചയ്ക്ക് 1:58 PM വരെയാണ് 24-ാം തീയതി രാഹുകാലം. 25-ാം തീയതി രാഹുകാലം 1:58 PM മുതൽ 3:32 PM വരെയാണ് 25-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 24/6/2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 2, 0, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 25/6/2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 2, 6, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.